Dear students, welcome to Learner's World. In this video, I'm going to talk about A Crime of Compassion by Barbara Hartman, FIUGP Semester for BSc Commerce and Management under Calcutta University. Summary of A Crime of Compassion. A Crime of Compassion. കരുണ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറ്റകൃത്യം. ഈ ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് ബാർബറ ഹട്ട്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേഴ്സ് അവരുടെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കരുണ, അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. A Crime of Compassion is a powerful and emotional essay written by Barbara Hartman, a registered nurse. അപ്പോൾ എ ക്രൈം ഓഫ് കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു എസ്സേ ആണ്. കുറച്ച് വികാരപരമായിട്ട് എഴുതിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ബാർബറ ഹട്ട്മാൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അവരൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. ഇൻ ദിസ് എസ്സേ ഷീ ഷെയർസ് ഹർ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് കെയറിങ് ഫോർ എ ടെർമിനലി ഇൽ പേഷ്യൻ്റ് നെയ്മഡ് മാക്ക്. അപ്പോൾ ഈ ലേഖനത്തിൽ അവരവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. അവരൊരു നേഴ്സായിരുന്ന സമയത്ത് ഒരു ടെർമിനലി ഇൽ പേഷ്യൻ്റ് നെയ്മഡ് മാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗി അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ ആ ഒരു മാക്കിനെ പരിചരിച്ച സമയത്തുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. The essay discusses the difficult moral and ethical issues surrounding death, suffering and the right to die. അപ്പോൾ ഈ ഒരു ലേഖനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോറൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്, ധാർമ്മികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ, ധാർമ്മികതയെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ ഉന്നയിക്കുന്നത്. അതായത് ഡെത്ത്, സഫറിങ്, റൈറ്റ് ടു ഡൈ, മരിക്കാനുള്ള അവകാശം, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിലൊക്കെയുള്ള ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. Mac was a young and strong police officer who was diagnosed with lung cancer. He was once healthy and active, but his illness slowly destroyed his body. മാക്ക് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് പോലീസ് ഓഫീസർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലങ് ക്യാൻസർ പിടിപെട്ടു, ശ്വാസകോശത്തിൽ ക്യാൻസർ പിടിപെട്ടു. ഒരിക്കൽ അദ്ദേഹം വളരെ ആരോഗ്യവാനും ആക്റ്റീവായിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് രോഗം പിടിപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ വളരെ മോശം കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ഹിസ് കണ്ടീഷൻ വേഴ്സ് ആൻഡ് ഹി സഫേർഡ് എക്സ്ട്രീം പെയിൻ ആൻഡ് വീക്ക്നെസ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബോഡിയൊക്കെ ആകെ ക്ഷയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല വേദനയും അദ്ദേഹത്തിന് സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓവർ ടൈം ഹി ബിക്കം വെരി തിൻ ആൻഡ് ഹെൽപ്ലെസ്. അതായത് രോഗം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ മെലിഞ്ഞ് ഹെൽപ്ലെസ്, നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരുപാട് വേദന ഓരോ ദിവസവും കഴിച്ചമർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഹി കുഡ് നോട്ട് ബ്രീത്ത് പ്രോപ്പർലി, ഈറ്റ് നോർമലി ഓർ ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അയാളുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല. ഹിസ് സഫറിങ് വാസ് അൺബിയറബിൾ. അദ്ദേഹത്തിൻ്റെ വേദന എന്ന് പറയുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ. ഡ്യൂറിങ് 1 month alone, മാക്സ് ഹാർട്ട് സ്റ്റോപ്ഡ് 52 times. ഒരു മാസത്തിൽ തന്നെ മാക്കിൻ്റെ ഹൃദയം 52 തവണ നിലച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈച്ച് ടൈം ദ ഹോസ്പിറ്റൽ സ്കോട്ട് ടീം റഷ്ഡ് ഇൻ ആൻഡ് റിസസിയേറ്റഡ് ഹിം. ഓരോ തവണയും ഹോസ്പിറ്റലിൽ ഒരു കോട്ട് ടീമുണ്ട്. അങ്ങനെ മാക്കിൻ്റെ ശ്വാസം നിലക്കുന്ന സമയത്ത് അവർ വന്നിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട്. ദ ഡോക്ടേഴ്സ് സേവ്ഡ് ഹിസ് ലൈഫ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദേ വർ ഓൺലി പ്രൊലോങ്ഡ് ഹിസ് സഫറിങ്. അപ്പോൾ ഡോക്ടേഴ്സ് ഓരോ പ്രാവശ്യം തൻ്റെ ശ്വാസം നിലക്കുമ്പോഴും വന്ന് രക്ഷിക്കുന്നുണ്ട്. ആ രക്ഷിക്കുന്നതിന് അപ്പുറം വേറൊരു കാര്യം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. മാക്കിനെ മരിക്കാൻ അനുവദിക്കുന്നില്ല. മാക്ക് അപ്പോഴും വേദന തിന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ ഒരു വേദനയിലേക്ക് തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. മാക്ക് റിപ്പീറ്റഡ്ലി ബെഗ്ഡ് ദ നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് ലെറ്റ് ഹിം ഡൈ പീസ്ഫുള്ളി. അപ്പോൾ മാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിച്ച് ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടൊക്കെ യാചിക്കുന്നുണ്ട്, എന്നെ ഒന്ന് ദയവ് ചെയ്ത് സമാധാനത്തോടെ മരിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നുണ്ട്. ഈ ഡിഡ് നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ ലിവിങ് ഇൻ പെയിൻ. അദ്ദേഹത്തിന് ഈ ഒരു വേദനയിൽ നിന്നൊരു മോചനം വേണം. ഈ ഒരു വേദന കടിച്ച് അമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വേദന തിന്നുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയായി.
Barbara Hartman was deeply affected by his condition. She saw how much Mac was suffering and how his family, especially his wife Maura, was emotionally broken. അപ്പോൾ ബാർബറ ഹട്ട്മാനാണ് പരിചരിക്കുന്ന നേഴ്സ്. അപ്പോൾ അവർക്ക് മാക്കിൻ്റെ കണ്ടീഷൻ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. മാക്കിൻ്റെ സഫറിങ്സൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ബാർബറ ഹട്ട്മാനെ ഇത് സഹിക്കാൻ കഴിയുന്നില്ല, ഈ മാക്ക് വേദന തിന്നുന്നത്. അതോടൊപ്പം തന്നെ മാക്കിൻ്റെ ഫാമിലി, എസ്പെഷ്യലി വൈഫ്, ഇത് ഈ ഒരു വേദന തിന്നുന്നത് കണ്ടിട്ട്, ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വൈഫ് ആകെ ഹാർട്ട് ബ്രോക്കണായി നിൽക്കുകയാണ്. As a nurse, she was trained to save lives at any cost, but as a human being, she felt that forcing Mac to continue living was cruel. അപ്പോൾ ഒരു നഴ്സ് എന്ന നിലയിൽ ഏത് വില കൊടുത്തും ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ നഴ്സിന് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നഴ്സിനുപരി ഒരു മനുഷ്യൻ എന്ന നിലക്ക് കരുണ ഈ ഒരു ബാർബറ ഹട്ട്മാനെ വേട്ടയാടുന്നുണ്ട്. അതായത് ഈ മനുഷ്യനിങ്ങനെ ഈ ഒരു വേദനയുടെ ലോകത്ത് ക്രൂരമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ പീസ്ഫുള്ളി സമാധാനത്തോടു കൂടി മരിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്ത ഹട്ട്മാൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. One day when Max stopped breathing again, Hutman faced a terrible decision. ഒരിക്കൽ ഒരു ദിവസം മാക്ക് എന്ത് ചെയ്തു, മാക്കിൻ്റെ ശ്വാസം നിലച്ചു, ബ്രീത്തിങ് സ്റ്റോപ്പായി. ആ സമയത്ത് ഹട്ട്മാൻ ഒരു ടെറിബിൾ ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുകയാണ്. She stood near the emergency button that would call the resuscitation team. എമർജൻസി ബട്ടൺമ തന്നെയാണ് ഹട്ട്മാൻ്റെ വിരലിരിക്കുന്നത്. പക്ഷേ ആ ഒരു ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ആ ഒരു ടീം ഓടി വരും മാക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫിംഗർ റെസ്റ്റ് ഓൺ ദ ബട്ടൺ ബട്ട് ഷീ ഡി നോട്ട് പ്രസ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എന്ത് ചെയ്തു ഹട്ട്മാനെ, ആ ഫിംഗർ അവിടെ തന്നെ വെച്ചു, പക്ഷേ അത് പ്രസ് ചെയ്തില്ല. പ്രസ് ചെയ്യാതെ അവിടെ തന്നെ വെച്ചു. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ വന്നിട്ട് മാക്കിനെ രക്ഷിക്കും. പക്ഷേ വേദനയിലോട്ടാണ് രക്ഷിക്കുന്നത്. അങ്ങനെ അത് പ്രസ് ചെയ്യാതെ നിന്നു. ഷീ ഹെൽഡ് മാക്സ് ഹാൻഡ് ആൻഡ് അലൗഡ് ഹിം ടു ഡൈ പീസ്ഫുള്ളി ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് ഹിം ബാക്ക് ടു മോർ സഫറിങ്. അങ്ങനെ മാക്കിനെ ഹട്ട്മാൻ മരിക്കാൻ അനുവദിച്ചു. കൈയൊക്കെ പിടിച്ച് വളരെ പീസ്ഫുള്ളി മരിക്കാൻ അനുവദിച്ചു. ഇനി വേദനയിലേക്ക് തിരിച്ചു വരേണ്ട എന്നുള്ള തീരുമാനമാണ് ഹട്ട്മാൻ എടുത്തത്. ലേറ്റർ വെൻ ഷി വാസ് ഷുവർ ഹി കുഡ് നോട്ട് ബി സേവ്ഡ്, ഷീ പ്രസ് ദ ബട്ടൺ ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. പിന്നീട് അവൾക്ക് ഉറപ്പായിരുന്നു അവനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ ആ ബട്ടൺ പിന്നീട് അമർത്തി. അപ്പോഴേക്കും മാക്ക് മരണപ്പെട്ടിരുന്നു. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. After this incident, she was publicly accused of murder when she appeared on a television show. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഹട്ട്മാൻ ഒരു ടെലിവിഷൻ ഷോയിൽ എത്തിയ സമയത്ത് അവിടെ ആളുകളെല്ലാം ഹട്ട്മാനെ കുറ്റപ്പെടുത്തി. Many people believed she had no right to play God. However, she questioned society's belief. എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യം, ദൈവമാണ് ഒരാളെ മരിക്കാൻ അനുവദിക്കുന്നത്, അത് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ല, അയാളെ ജീവിക്കാൻ അനുവദിക്കേണ്ടതായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്ന് വന്നു. However, she questioned society's beliefs. She asked why doctors allowed to prolong life through machines, but nurses are blamed for allowing peaceful death. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടർമാർക്ക് അതായത് ആർട്ടിഫിഷ്യലായിട്ട് മെഷീൻസിൻ്റെ സഹായത്തോടു കൂടി, അതായത് വെൻറ്റിലേറ്ററിലൊക്കെ ഇട്ടിട്ട് രോഗിയെ മരിക്കാതെ അങ്ങനെ കുറേ കാലം കൊണ്ട് പോകാം, പക്ഷേ നഴ്സുമാർക്ക് എന്തുകൊണ്ട് പറ്റില്ല ഈ ഒരു ഇത്രയും കഷ്ടതയിൽ ഉള്ള വേദനയിൽ നിന്ന് ഒരു മുക്തി എന്നുള്ള നിലക്ക് പീസ്ഫുള്ളായിട്ട് ഒരു രോഗിനെ മരിക്കാൻ അനുവദിക്കാൻ എന്തുകൊണ്ട് നഴ്സിന് പറ്റില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഷീ ഓൾസോ റൈസ്ഡ് ദ ഇഷ്യൂ ഓഫ് ദ റൈറ്റ് ടു ഡൈ ആൻഡ് വെദർ പേഷ്യൻസ് വിത്ത് നോ ഹോപ്പ് ഓഫ് ഫോർ റിക്കവറി ഷുഡ് ബി അലൗഡ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി. അതുപോലെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, റൈറ്റ് ടു ഡൈ, അതായത് ഏതൊരു രോഗിക്കും തനിക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇനിയും വേദന തിന്നണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് മരിക്കാൻ അനുവദിക്കണം. അവർക്ക് അങ്ങനെയുള്ളൊരു നിയമമുണ്ട്, റൈറ്റ് ടു ഡൈ, മരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. എസ് എ ഹൈലൈറ്റ്സ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മെഡിക്കൽ ഡ്യൂട്ടി ആൻഡ് ഹ്യൂമൻ കമ്പാഷൻ. അപ്പോൾ ഈ ഒരു ലേഖനത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ഡ്യൂട്ടിയും അതുപോലെ ഹ്യൂമൻ കമ്പാഷൻ, കരുണയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷം ഇവിടെ നടക്കുന്നുണ്ട്.
നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് രോഗികൾ മരണപ്പെട്ടിട്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജീവൻ നിലനിർത്തി ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ വലിയ മെഷീനറീസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വേദന അനുഭവിച്ചിട്ട് അതുപോലെ ആകെ ഇനിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചുവരവില്ല എന്നറിഞ്ഞിട്ട് കൂടി മെഷീൻസിൻ്റെ സഹായത്തോട് കൂടി രോഗികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. Hartman argues that modern medicine has developed the power to keep people alive artificially, but it has not given patients the legal right to choose death. അപ്പോൾ ഹട്ട്മാൻ ഇതിൽ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്. മോഡേൺ മെഡിസിന് അവരുടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയും, പക്ഷേ റൈറ്റ് ടു ഡൈ, മരിക്കാനുള്ള ഒരു അവകാശം അവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഷീ ഫീൽസ് ആർ ഫോഴ്സിങ് എ പേഴ്സൺ ടു ലിവ് ഇൻ അൺബിയറബിൾ പെയിൻ ഇസ് നോട്ട് ട്രൂ കൈൻഡ്നെസ്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഒരു രോഗിനെ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ദയുള്ള ഒരു കാര്യമല്ല എന്ന് പറയുന്നത്. In conclusion, a crime of compassion explores the painful reality of terminal illness and questions whether saving life to all costs is always the right choice. അപ്പോൾ ഈ ഒരു ക്രൈം ഓഫ് കമ്പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് ഒരു പെയിൻഫുൾ റിയാലിറ്റിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ, ശ്വാസം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അത്രയും വേദന തിന്നുന്ന ഒരു മനുഷ്യനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ മെഡിക്കൽ ഡ്യൂട്ടി ആയിരിക്കാം. പക്ഷേ അയാളെ ഒരു കമ്പാഷൻ, ഒരു കരുണയുടെ പക്ഷം നോക്കിയാൽ അയാൾക്കൊരു അവകാശമുണ്ട്, റൈറ്റ് ടു ഡൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവകാശമുണ്ട്. അവകാശം നമ്മൾ പീസ്ഫുള്ളി അയാളെ മരിക്കാൻ അനുവദിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഇതിൽ നൽകുന്നുണ്ട്. Through her experience with Mac, Barbara Hartman shows that sometimes compassion may look like a crime, but it is guided by humanity and mercy. അദ്ദേഹം ബാർബറ ഹട്ട്മാൻ പിന്നീട് ഇത് പറയുന്നത് കമ്പാഷൻ, കരുണ എന്ന് പറയുന്നത് ചില സമയത്തൊരു ക്രൈമായിട്ട് നമുക്ക് തോന്നാം, അതായത് പബ്ലിക്കിന് തോന്നാം, പക്ഷേ അത് ഒരു കണക്കിന് നോക്കിയാൽ ഒരു ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വമാണ്, ഒരു മേഴ്സി, ഒരു കൈൻഡ്നെസ് ആണ്, ഒരു ദയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, അവർ പറയുന്നത്. The essay makes readers think deeply about life, death, dignity and ethical responsibility. അപ്പോൾ ഈ ഒരു ലേഖനം നമ്മളെ റീഡേഴ്സിന് നൽകുന്നത് ജീവിതത്തെക്കുറിച്ചിട്ടും മരണത്തെക്കുറിച്ചിട്ടും ഡിഗ്നിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ